വാർത്തയിലേക്കാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനം ഒഴിയുകയാണ്. അദ്ദേഹം ചുമതലയേറ്റതു മുതൽ സർക്കാരുമായുള്ള ഒരു പോരാട്ടത്തിന് തന്നെയാണ് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സംസ്ഥാന സർക്കാർ യാത്രയയപ്പ് നൽകില്ല എന്നുള്ളതാണ് വിവരം. മുൻ ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിന് സർക്കാർ ഹൃദ്യമായ യാത്രയയപ്പ് നൽകിയിരുന്നു. അതേസമയം ഗവർണർക്ക് രാജ്ഭവൻ ജീവനക്കാർ നൽകാനിരുന്ന യാത്രയയപ്പും റദ്ദാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ ജനുവരി 2-ന് ചുമതലയേൽക്കും. കേരള ദൗത്യം പൂർത്തിയാക്കി ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിപ്പോകുമ്പോഴും സർക്കാർ ഗവർണർ ശത്രുത അവസാനിക്കുന്നില്ല. ഗവർണർമാർക്ക് സർക്കാർ നൽകാറുള്ള പതിവ് യാത്രയയപ്പ് ചടങ്ങും ഒഴിവാക്കും. ഞായറാഴ്ച കേരളം വിടുന്ന ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനം. ആരിഫ് മുഹമ്മദ് ഖാന്റെ മുൻഗാമിയായിരുന്ന ജസ്റ്റിസ് പി സദാശിവത്തിന് ഊഷ്മളമായ യാത്രയയപ്പാണ് ആദ്യ പിണറായി സർക്കാർ നൽകിയത്. രാജ്ഭവനിലെ യാത്രയയപ്പ് സമ്മേളനത്തിന് പുറമെ മാസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ചില വിഷയങ്ങളിൽ സർക്കാരുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നെങ്കിലും സദാശിവത്തെ വാനോളം പുകഴ്ത്തിയാണ് അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചത്. മാത്രമല്ല, വിമാനത്താവളത്തിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ യാത്രയാക്കാനും പിണറായി വിജയൻ തയ്യാറായി. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. സർക്കാരിനെ ഇത്രയേറെ പ്രതിസന്ധിയിലാക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെ സംശയതയിൽ നിർത്തുകയും ധനമന്ത്രിയോടുള്ള പ്രീതി നഷ്ടപ്പെട്ടെന്ന് പരസ്യമായി പറയുകയും ചെയ്ത ആരിഫ് മുഹമ്മദ് ഖാനോട് അത്ര മമത വേണ്ടെന്നാണ് സർക്കാർ നിലപാട്. നാളെ കൊച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹി വഴി ബീഹാറിലേക്കും പോകും. 2-ാം തീയതി ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും. അദ്ദേഹത്തിന്റെ പിൻഗാമി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 1-ാം തീയതി കേരളത്തിലെത്തും. 2-ാം തീയതി ഗവർണർ സ്ഥാനം ഏറ്റെടുക്കും. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ചുമതല ഏറ്റതു മുതൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു പോരാട്ടം, അത് ഒരു ഘട്ടത്തിൽ ഇരുവരും വലിയ സൗഹൃദത്തിൽ ഒക്കെ ആയിരുന്നു എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട്. പിന്നീടാണ് അഭിപ്രായ ഭിന്നതയുണ്ടായത് എന്ന കോൺഗ്രസിന്റെ ആക്ഷേപമൊക്കെ ഉണ്ടായെങ്കിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മറ്റൊരു തലവേദനയായിട്ടുള്ളത് IAS തലപ്പത്തെ ചേരിപ്പോ